ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ന്യൂസിലാൻഡിനെതിരായ ഏകദിന 2020 പരമ്പരയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിന് പിന്നാലെ 2020 ലോകകപ്പാണ് വരാനിരിക്കുന്നത്. ഇതിനോടകം ഇന്ത്യയുടെ 2020 ലോകകപ്പ് ടീമിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ഇനി പടയൊരുക്കത്തിൻ്റെ സമയമാണ്. നിലവിലെ 2020 ലോകകപ്പ് ഏഷ്യ കപ്പ് ചാമ്പ്യന്മാരാണ് ഇന്ത്യ. ഇത്തവണ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് 2020 ലോകകപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൂർണമെൻറ്റിലെ ഫേവറേറ്റുകളും ഇന്ത്യ തന്നെയാണ്. ഇപ്പോഴിതാ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായ ഗൗതം ഗംഭീറിനെ കാര്യമായി ബാധിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 2020 ലോകകപ്പിലെ ഇന്ത്യൻ ടീമിൻ്റെ പ്രകടനം നോക്കി നിർണായക തീരുമാനം BCCI എടുക്കുമെന്നാണ് വിവരം. ഇതിനോടകം ടെസ്റ്റ് പരിശീലക സ്ഥാനത്ത് നിന്ന് ഗംഭീറിനെ നീക്കാനുള്ള നടപടികൾ BCCI ആരംഭിച്ചുവെന്നും സൂചനകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഗംഭീറിന് വരാനിരിക്കുന്ന 2020 ലോകകപ്പ് അതിനിർണായകമാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലകനായി ഗൗതം ഗംഭീർ എത്തിയ ശേഷം ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ട് ടെസ്റ്റിലാണ്. ഇന്ത്യയിലടക്കം നാണംകെട്ട തോൽവികൾ ഇന്ത്യക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. ന്യൂസിലാൻഡിനോടും സൗത്ത് ആഫ്രിക്കയോടും ഹോം ടെസ്റ്റ് ഇന്ത്യക്ക് തോൽക്കേണ്ടി വന്നു. കഴിഞ്ഞ 13 വർഷത്തോളം ഇന്ത്യയിൽ നടന്ന ടെസ്റ്റിൽ സർവാധിപത്യമാണ് ആതിഥേയർ കാട്ടിയിരുന്നത്. എന്നാൽ സമീപകാലത്ത് മറിച്ചാണ് പലതും സംഭവിച്ചത്. ന്യൂസിലാൻഡിനുള്ള തോൽവി ഗംഭീറിനെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടത്. അദ്ദേഹത്തിൻ്റെ പരിശീലക സ്ഥാനം പോലും ചോദ്യം ചെയ്യപ്പെട്ടു. മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം സൗത്ത് ആഫ്രിക്കയോടും സ്വന്തം നാട്ടിൽ പരാജയം വിരുദ്ധതോടെ ഗംഭീർ BCCIയുടെ നോട്ടപ്പുള്ളിയെ തീരുകയും ചെയ്തു. ഗംഭീറിന് കീഴിൽ ഇന്ത്യയുടെ ടെസ്റ്റ് ടീം പിന്നോട്ട് പോയെന്നാണ് പോയ മത്സരങ്ങൾ കാണിച്ചു തരുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ ടെസ്റ്റ് പരിശീലക സ്ഥാനത്തേക്ക് VVS ലക്ഷ്മണനെ പരിഗണിക്കാനുള്ള സാധ്യത കൂടിയിരിക്കുകയാണ്. അനൗദ്യോഗികമായി BCCI വൃത്തങ്ങൾ ഇക്കാര്യം ലക്ഷ്മണനോട് സംസാരിച്ചു എന്നാണ് വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലക്ഷ്മണൻ സമ്മതം അറിയിച്ചാൽ വൈകാതെ ടെസ്റ്റ് ടീം പരിശീലക സ്ഥാനത്തേക്ക് ലക്ഷ്മൺ എത്തിയേക്കും. 2020 ലോകകപ്പിലെ ഇന്ത്യൻ ടീമിൻ്റെ പ്രകടനം വിലയിരുത്തിയാവും ഗംഭീറിൻ്റെ ഭാവി തീരുമാനിക്കുക. 2027 വരെ ഗംഭീറിന് കരാറുണ്ട്. എന്നാൽ ഇത്തവണത്തെ 2020 ലോകകപ്പിൽ കപ്പിലേക്ക് എത്താൻ സാധിച്ചില്ലെങ്കിലും ഫൈനലിലെങ്കിലും എത്താൻ ഇന്ത്യക്ക് സാധിക്കാത്ത പക്ഷം ഗംഭീറിനെ പുറത്താക്കാനുള്ള സാധ്യതകളേറെയാണെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയുടെ 2020 ടീം കരുത്ത് ശക്തമാണ്. ആക്രമിച്ച് കളിക്കുന്ന മികച്ചൊരു താരനിരയെ സൃഷ്ടിക്കാനും ഗംഭീറിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ പല താരങ്ങളുമായി ഗംഭീറിന് മികച്ച ബന്ധമല്ല ഉള്ളതെന്നാണ് വിവരം. ഈ സാഹചര്യത്തിൽ ഗംഭീറുമായി മുന്നോട്ട് പോകാൻ BCCIക്ക് വലിയ താല്പര്യമില്ലെന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ. 2027 ഏകദിന ലോകകപ്പിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും പരിഗണിക്കാതിരിക്കാൻ ഗംഭീർ ഇടപെടുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ വലിയ ചർച്ചയായിരുന്നു. ഗൗതം ഗംഭീറിന് കീഴിൽ ഇന്ത്യയുടെ പരിമിത ഓവർ ടീം മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. 2024 2020 ലോകകപ്പിന് ശേഷമാണ് ഗംഭീർ ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്തേക്ക് എത്തുന്നത്. ഏഷ്യ കപ്പും ചാമ്പ്യൻസ് ട്രോഫിയുമെല്ലാം ഗംഭീറിന് കീഴിൽ ഇന്ത്യ നേടുകയും ചെയ്തു. നിലവിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ 2020 ലോകകപ്പും ഇന്ത്യ നേടാനുള്ള സാധ്യതയാണ് കൂടുതൽ. അല്ലാത്ത പക്ഷം ഗംഭീറിനെ കാത്തിരിക്കുന്നത് വലിയ തിരിച്ചടികളുടെ കാലമാണെന്ന് പറയാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.